അതിദാരിദ്ര്യ മുക്ത കേരളം. നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ? പറയുന്നവർക്കും എളുപ്പമാണ്. കാരണം കേരളത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നു. സന്തോഷം. സത്യത്തിൽ ഇങ്ങനെ ഒരു നുണ പടച്ചുവിടുവാൻ പ്രേരിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് അറിയാമെങ്കിലും ഇത്തരത്തിലുള്ളൊരു നുണ പടച്ചുവിടുമ്പോൾ അത് സംസ്ഥാനത്ത് സൃഷ്ടിക്കാൻ പോകുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർത്തിട്ടുണ്ടോ സർക്കാരെ? ദാരിദ്ര്യ വിമുക്ത പദ്ധതികൾക്കുള്ള കേന്ദ്ര സർക്കാർ ധനസഹായം, ആ ധനസഹായം മുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ പോലും, അത്തരത്തിലുള്ള ഫണ്ടുകൾ പോലും ഈ പ്രഖ്യാപനത്തിലൂടെ നിലയ്ക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കില്ലാതായി പോയല്ലോ. കഷ്ടമെന്നേ പറയണം. കേരളത്തിൽ അതിദരിദ്രരില്ല എന്ന് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചാൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളിലെ ഏകദേശം 60% വരുന്ന ഫണ്ടുകൾ കുറയും. ദാരിദ്ര്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഈ മഞ്ഞ റേഷൻ കാർഡിലൂടെ അരിയും ഗോതമ്പും ലഭിക്കുന്ന 5.92 ലക്ഷം പേർക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായത്തിൽ പോലും ആശങ്കയുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ മേന്മ. നമുക്ക് പൊട്ടന്മാരെ മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ ഇതുപോലെ മരപ്പൊട്ടന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. 2 വോട്ടിന് വേണ്ടി വീണ്ടും ഒന്ന് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തെ പോലും ഇങ്ങനെ കടക്കൽ കത്തിവെക്കുന്ന സമീപനം സ്വീകരിക്കുന്ന പിണറായി വിജയൻ സർക്കാരെ ജനങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഭരിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. നഷ്ടപ്പെടാൻ പോകുന്ന, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള ഇതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഇത് നടത്തിയതെങ്കിൽ നിങ്ങൾ വരുത്തിയ ഈ വീഴ്ച ഇവിടുത്തെ ജനങ്ങൾ പൊറുക്കില്ല. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കേന്ദ്ര സഹായത്തിലടക്കം വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഈ മഞ്ഞ റേഷൻ കാർഡ് വഴി അരിയും ഗോതമ്പും ഒക്കെ 35 കിലോ അരിയൊക്കെ സാധാരണ വളരെ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന 5.92 ലക്ഷം ആൾക്കാരുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കേന്ദ്രം എന്താ ചെയ്യേണ്ടത്? ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ദരിദ്രരാകൂ എന്ന് പറഞ്ഞ് സഹായം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കേന്ദ്രത്തിനോട് പറയുന്നു കേരളത്തിൽ ദാരിദ്ര്യമൊന്നുമില്ല, അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമാണ്. എന്നാൽ ശരി, ആയിക്കോട്ടെ, എല്ലാവരും പണം കൊടുത്ത് റേഷൻ വാങ്ങിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന മഞ്ഞയും പിങ്കും വെള്ളയും നീലയും ഒക്കെ കാർഡുകളൊക്കെ മാറും, ഒറ്റ കാർഡിലേക്ക് എത്തും, വെള്ളക്കാർഡിലേക്ക്. അങ്ങനെ വെള്ളക്കാർഡിലേക്ക് എത്തുമ്പോൾ എല്ലാ സാധനങ്ങളും പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. ഇത് സത്യത്തിൽ അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങളെ കൊല്ലുന്ന, പിഴിയുന്ന ഒരു സമീപനം സ്വീകരിക്കില്ല. സൗജന്യമായി കൊടുക്കുന്നതിനെക്കാട്ടിലും പണം വഴി ലഭിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ പണം കൂടി ഖജനാവിലേക്ക് വരാൻ കഴിയുമെങ്കിൽ വരട്ടെ എന്ന് തീരുമാനിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു സാമാന്യ മരപ്പൊട്ടനെ മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. അതിനപ്പുറം മറ്റൊന്നും അതിനെക്കുറിച്ച് പറയുവാനില്ല. ഇനി ഇവിടെ ഈ കേന്ദ്ര സഹായത്തിലെ ആശങ്ക ഞാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയൻ നടത്തിയ ഈ തട്ടിപ്പ് പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം തന്നെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള ആശങ്കയിലാണ് സാമൂഹ്യ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. കേരളത്തിൽ ഇപ്പോൾ 148 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടക്കുന്നു. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 60% എന്ന് പറയപ്പെടുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് പറയേണ്ടത്. കേരളം അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതിനാൽ തന്നെ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇനി തുടരേണ്ടതില്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. എന്താ അങ്ങനെ തീരുമാനിച്ചൂടെ? കാരണം ഞാനതാ പറഞ്ഞത്, ദാരിദ്ര്യമില്ലെങ്കിൽ എന്താ ദാരിദ്ര്യമില്ലാത്തതെന്ന് ചോദിക്കൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് കോടികൾ മുടക്കുന്ന കേന്ദ്ര സഹായ പദ്ധതികളുടെ 60% ഇനി വേണമെങ്കിൽ നിർത്തലാക്കാമെന്നുള്ളതാണ്. അപ്പൊ പറയരുത് കേന്ദ്രം ഞങ്ങളെ ഞെരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഇതുപോലത്തുള്ള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു.
ഇനി പദ്ധതികൾ അവസാനിപ്പിച്ചാൽ കേരളത്തിന് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങോട്ട് തിരിച്ചൊന്നും കേന്ദ്രത്തിനോട് ചോദിക്കാൻ പോലും പറ്റില്ല. ഫണ്ടിനായിട്ട് പദ്ധതികൾ തുടരണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സംസ്ഥാനത്ത് അതിദരിദ്രർ ഇനിയുമുണ്ടെന്ന് തിരുത്തി പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. ഒന്നുകിൽ കേന്ദ്രത്തിന്റെ സഹായം വേണ്ടെന്ന് തീരുമാനിക്കണം, വേണമെന്നുണ്ടെങ്കിൽ ഇനി അതിദരിദ്രർ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. തിരുത്തി നാളത്തെ സുപ്രഭാതം കഴിഞ്ഞ് അടുത്ത ദിവസം ആകുമ്പോൾ പറയണം ഇവിടെ അതിദരിദ്രരുണ്ട് എന്ന് പറയണം. നാണമില്ലല്ലോ ഇങ്ങനൊരു സർക്കാർ. കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ല, ഞങ്ങൾ അങ്ങ് എല്ലാ അതിദരിദ്ര മുക്ത കേരളമായി എന്ന് പ്രഖ്യാപിക്കും. ഒരു മാസം കഴിയണ്ട, അല്ലെങ്കിൽ 2 മാസം കഴിയണ്ട, ജനുവരി 1 പ്രഖ്യാപിക്കേണ്ടി വരും ഇവിടെ അതിദരിദ്രരുണ്ട് എന്ന്, കേന്ദ്ര സഹായം കിട്ടാതെ വരുമ്പോൾ. അപ്പോൾ ഇത്രയും നാണം കെട്ട ഒരു ഗവൺമെന്റായി, ഒരു സർക്കാരായി, ബുദ്ധിയില്ലാത്ത കുറെ മരപ്പാവകളും മന്ദബുദ്ധികളുമുള്ള ഒരിടമായി സർക്കാർ സ്ഥാപനങ്ങൾ മാറുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ സർക്കാരുകൾ മാറിത്തീരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിലൂടെ സംസ്ഥാന സർക്കാർ നേരിടാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള പ്രധാന പ്രശ്നമെന്ന് പറയപ്പെടുന്ന കേന്ദ്ര ഫണ്ടിന്റെ ലാപ്സാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാതെ വരുന്നതാണ്. കൂടാതെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്കൊരു പൊളിച്ചെഴുത്ത് തന്നെ നടത്തേണ്ടി വരും. അതിദരിദ്രം ഇല്ലാത്തതിനാൽ ബജറ്റിലും മാറ്റം വരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ബജറ്റ് പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കേരളത്തിൽ നടപ്പാക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ 4 വിഭാഗങ്ങൾ. അതിൽ ഒന്ന് ഏറ്റവും ദരിദ്രർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞക്കാടുള്ള അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ 5.92 ലക്ഷം കുടുംബങ്ങളാണ്. അവർക്ക് സംസ്ഥാന സർക്കാർ 2023 മുതൽ സൗജന്യമായിട്ട് അരിയും ഗോതമ്പും നൽകി വരികയാണ്. കേന്ദ്ര സർക്കാർ അരിക്ക് കിലോയ്ക്ക് 3 രൂപയും ഗോതമ്പിന് 2 രൂപയും വിലയ്ക്കാണ് നൽകുന്നത് പോലും. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മഞ്ഞക്കാടിലുള്ള വിഭാഗത്തെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ സഹായം അവസാനിക്കുകയും ചെയ്യും അതോടുകൂടി. അങ്ങനെ സംസ്ഥാനത്ത് 2002 ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ 1,18,309 ആയിരുന്നു. അത്തരം കുടുംബങ്ങളാണ് ഇപ്പോൾ 64,006 ചുരുങ്ങിയത് എന്നാണ് സർക്കാർ പറയുന്നത്. സർവേയിലൂടെ കണ്ടെത്തിയ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ 2021 ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ മുക്തമാക്കി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് എന്നതാണ്. അതിദരിദ്രരെയാണോ അഗതികളെയാണോ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്ന ചോദ്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2002 ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയിരുന്നു 1,18,309 അഗതികളെ. ആ അഗതികളിൽ 64,006 പേരാണ് ഇപ്പോൾ ഈ ഒരു പറയുന്ന അതിദരിദ്ര വിഭാഗത്തിൽ കണ്ടെത്തിയത്. ബാക്കിയുള്ളവരെ എല്ലാം രക്ഷപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവർ രക്ഷപ്പെടുത്തിയത് അഗതികളെയാണോ അതോ ഈ പറയുന്ന ദരിദ്രരെയാണോ അതിദരിദ്രരെയാണോ എന്ന് പറയേണ്ടി. കേന്ദ്ര സർക്കാർ സഹായങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾക്കൊപ്പം തന്നെ സ്വകാര്യ സാമൂഹ്യ മേഖലയിലും സർക്കാർ പ്രഖ്യാപനം വല്ലാതെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് കോടികളുടെ ഫണ്ടാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ മതസ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് പണം എത്തിച്ചേരുന്നത്. കേരളം അതിദാരിദ്ര്യ വിമുക്തമായെന്ന പ്രഖ്യാപനത്തിലൂടെ ഈ പണമുഴക്കും നിലയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നിരവധി അഗതി മന്ദിരങ്ങളുടെയും അനാഥാലയങ്ങളുടെയും പ്രവർത്തനത്തെ അടക്കം ഈ പ്രഖ്യാപനം വല്ലാതെ ബാധിക്കുമെന്ന് കൂടി പറയട്ടെ. അതിദരിദ്രർ ഇവിടെ ഇല്ല എന്ന് സർക്കാർ തന്നെ പറയുമ്പോൾ എന്തിനാണ് പണം അയക്കുന്നതെന്ന ചോദ്യം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഉയരുക എന്നുള്ളത് സ്വാഭാവികമല്ലേ. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിദാരിദ്ര്യം അതല്ലെങ്കിൽ അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായിട്ട് 4.85 ലക്ഷം ആദിവാസികൾ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പുതിയ കണക്കുകളിൽ 6,400 കുടുംബങ്ങൾ മാത്രമാണ് അതിദാരിദ്ര്യ വിഭാഗമായിട്ട് അതിനകത്ത് ആ വകുപ്പിനകത്ത് ആ സമുദായത്തിനകത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. ഞങ്ങളും അത് തന്നെയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അതില്ലാത്തവർ ഇന്നും ഉണ്ടെന്നാണോ? ഇന്നുമുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിണറായി പറയുന്നു അങ്ങനെ ഇല്ല എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബം പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്നാണ് LDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. കഷ്ടം എന്നേ പറയാനുള്ളൂ. കാരണം സർവേയിലൂടെ കേരളത്തിലെ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി എന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ്. 64,006 കുടുംബങ്ങളിൽ 4,421 കുടുംബങ്ങൾ മരിച്ചുപോയി എന്ന് പറയപ്പെടുന്നു.
നാടോടികളായിട്ട് കഴിയുന്നവർ 261 കുടുംബങ്ങളെ കണ്ടെത്താനായിട്ടില്ല എന്നുകൂടി ഉള്ള അറിയിപ്പുണ്ട്. ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്നും ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതി അല്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. ഇതിന്റെ ആധികാരികതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതെന്ന് നമുക്കറിയാലോ. പിണറായി വിജയന്റെ പ്രഖ്യാപനം സാമ്പത്തിക രംഗത്ത് വല്ലാത്ത മാറ്റമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് കേന്ദ്ര സഹായം കുറയാൻ സാധ്യതയുള്ളത് എന്നതാണ്. അതായത് പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിലൂടെ തന്നെയായിരിക്കും ഈ കേന്ദ്ര സഹായ പദ്ധതികൾ ഫണ്ട് അടക്കം ഇല്ലാതാകാൻ പോകുന്നത് എന്നതാണ്. അതിദരിദ്രരെക്കുറിച്ചുള്ള സർക്കാരിന്റെ പുതിയ കണക്കുകൾ അനുസരിച്ചിട്ട് അതിദരിദ്രർ ഇല്ല എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ബൂമറാങ്ങായി മാറാൻ പോകുന്നു ഈ അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം എന്നുള്ളതാണ്. ഇപ്പോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നമുക്കറിയാം. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബാധിക്കാൻ പോകുന്ന അഗതി മന്ദിരങ്ങളെയാണ്. NGO അഗതി മന്ദിരങ്ങളെ അടക്കമുള്ളവ ഇതേ തരത്തിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ക്ഷേമം നടത്തുന്ന, സാമൂഹ്യ സേവനം നടത്തുന്ന പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, മറ്റു രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ അടക്കമില്ലാതാകാൻ പോകും. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. പിണറായിയുടെ ദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിലൂടെ തകരുന്നത് കേരളത്തിലെ സാമ്പത്തിക രംഗമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക രംഗം മാത്രമല്ല, ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കേന്ദ്ര സഹായ പദ്ധതികളും ആ സർക്കാർ സൗജന്യമായി ലഭിക്കുന്ന അരിയും ഗോതമ്പും അടക്കമുള്ളവ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. പണം കൊടുത്ത് പലതും വാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം.